കുട്ടിക്കാലത്തെ ഏപ്രിൽ മാസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്ന് സമ്മർ വെക്കേഷൻ, മറ്റൊന്ന് വിഷു. അതിരാവിലെ തന്നെ എണീറ്റ് ഒരുക്കി വെക്കുന്ന കണി കാണിക്കാൻ വേണ്ടി അമ്മമാർ നമ്മുടെ കണ്ണുകളൊക്കെ പൊത്തി അടുത്ത് കൊണ്ടുപോയി ആ കണ്ണുകൾ നമ്മൾ തുറക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്കാൻ വാക്കുകൾ മതിയാവില്ല. വിഷുവിന് പതിവ് പോലെ രാവിലെ തന്നെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് പോയി. അതെന്തൊക്കെ പറഞ്ഞാലും വിഷുവിന്റെ അന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ ചാർത്തി മുന്നിൽ തേച്ചൊരുക്കിയ ആ ഓട്ടുരുളിയിൽ പച്ചക്കറികളും മധുരക്കനികളും കൂടെ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിക്കൊന്നയും ഒക്കെ ഇരിക്കെ നിലവിളക്കിന്റെ ആ കെടാത്ത ജ്യോതിയിൽ ആ കള്ളക്കണ്ണന്റെ മുഖത്ത് വിടരുന്ന ആ ഒരു കള്ളച്ചിരിയില്ലേ, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ കൃഷ്ണനെയും കണ്ട് മെയിൻ ഹൈലൈറ്റ് ആയ കൈനീട്ടവും കൂടെ പ്രസാദവും വാങ്ങിച്ചു. പിന്നെ ഈ അമ്പലത്തിന് മറ്റൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ടേ. എന്റെ സ്കൂളിനോട് ചേർന്നാണ് ഈ അമ്പലം. സോ പണ്ടൊക്കെ പരീക്ഷാ ദിവസങ്ങളിൽ ഇവിടെയായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം അറ്റൻഡൻസ് വെക്കുക. അങ്ങനെ സ്കൂളിനെ ഒന്ന് വിസിറ്റ് ചെയ്ത് എന്റെ ചെങ്ങായിയും കൂട്ടി ഞങ്ങൾ നേരെ വണ്ടി തൃപ്പരപ്പ് ശിവക്ഷേത്രത്തിലോട്ട് വിട്ടു. അവിടുത്തെ വിഷുക്കണിയും കണ്ട് മഹാദേവന്റെ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലും എത്തി. വീട്ടിലെത്തി ഞങ്ങളെ സ്വാഗതം ചെയ്തതോ നല്ല നൊസ്റ്റാൾജിക് വിഷു സദ്യയും കൂടെ നമ്മുടെ പോറ്റിയുടെ സ്പെഷ്യൽ ബോളിയും. എന്താ അല്ലേ.